കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അരുണാചലിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 3 മലയാളികളുടെ മൃതദേഹം ഇന്ന് തിരുവനന്തപുരത്തെത്തിക്കും. ഇറ്റാനഗറിലെ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹങ്ങൾ ഗോഹട്ടിലെ എത്തിച്ചിരുന്നു. കോട്ടയം സ്വദേശി നവീൻ, ഭാര്യ തിരുവനന്തപുരം സ്വദേശി ദേവി, വട്ടിയൂർക്കാവ് സ്വദേശി ആര്യ എന്നിവരാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. ബ്ലാക്ക് മാജിക്കിൽ ആകൃഷ്ടരായാണ് അരുണാചലിലെ സീറോ താഴ്വരയിലെത്തി ആത്മഹത്യ ചെയ്തതെന്നാണ് സംശയം. 2 സ്ത്രീകളെയും ഞരമ്പ് അറുത്തു കൊലപ്പെടുത്തിയ ശേഷം നവീൻ ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം. ഇവരെ ആരാണ് ബ്ലാക്ക് മാജിക്കിലേക്ക് നയിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 2 വർഷം മുൻപ് മരണാനന്തര ജീവിതം എന്ന ആശയത്തെ പിന്തുടർന്ന നവീനും ഭാര്യ ദേവിയും ഇതിനു മുൻപ് അരുണാചലിലേക്ക് യാത്ര ചെയ്തിരുന്നു. ദമ്പതികൾക്കൊപ്പം മരിച്ച സുഹൃത്തായ ആര്യ അന്ധവിശ്വാസത്തിലേക്ക് എങ്ങനെ എത്തിയെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. മലയാളികളുടെ മരണം അന്വേഷിക്കാൻ 5 പേരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി അരുണാചൽ പോലീസ് അറിയിച്ചു. അടുത്ത മാസം 7-നാണ് ദേവിയുടെ സുഹൃത്തായ ആര്യയുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയായി സന്തോഷവതിയായിരുന്ന ആര്യയെയാണ് കഴിഞ്ഞ 27 മുതൽ കാണാതാകുന്നത്. മരണാനന്തര ജീവിതം, അന്യഗ്രഹ ജീവിതം എന്നീ ആശയങ്ങളെ പിന്തുടർന്നവർ സംശയകരമായി ഒന്നും പ്രകടമാക്കിയിരുന്നില്ല. കഴിഞ്ഞ 17-ന് നവീനും ദേവിയും കോട്ടയത്തെ വീട്ടിൽ നിന്നിറങ്ങിയത്. 27-ന് തിരുവനന്തപുരത്തെത്തി. 10 ദിവസം ഇവർ എവിടെയായിരുന്നു എന്നതും ദുരൂഹതയാണ്. പിന്നാലെ ആര്യയെയും കൂട്ടി അരുണാചലിലേക്ക് പോയി. 28-ന് അരുണാചലിൽ ജിറോമിലെത്തി. ഹോട്ടൽ മുറിയെടുത്തവർ 3 ദിവസം പുറത്തായിരുന്നു. നവീന്റെ രേഖകളാണ് ഹോട്ടലിൽ നൽകിയത്. 1-ാം തീയതി മുതൽ കാണാത്തതിനാലാണ് ഹോട്ടൽ മുറിയിൽ പരിശോധിച്ചതെന്ന് SP പറയുന്നു. 2 സ്ത്രീകളെയും ബ്ലേഡ് ഉപയോഗിച്ച് ഞരമ്പ് മുറിച്ചു കൊലപ്പെടുത്തിയ ശേഷമാണ് നവീൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും പോലീസ് കണ്ടെത്തിയിരുന്നു. ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്ന 2 മൊബൈൽ ഫോണും 1 ലാപ്ടോപ്പും പരിശോധിച്ചാലേ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയുള്ളൂ. ഇതിനുള്ള ശ്രമത്തിലാണ് പോലീസ്.